10,000 താഴെ വരുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺസ്. ഈ വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിലും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ്. ലിസ്റ്റിൽ ആദ്യത്തേത് ടെക്നോ പോപ്പ് 9 5G. 6.6 ഇഞ്ച് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ. പിന്നീട് 6 നാനോമീറ്റർ വരുന്ന മീഡിയടെക് ഡയമൻസിറ്റി 6300 പ്രൊസസ്സർ. അതോടൊപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് 5000 mAh ബാറ്ററി. ഈ ഫോൺ നിങ്ങൾക്ക് ഏകദേശം ഒരു 7,500 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി മോട്ടറോള ഫാൻസിന് വേണ്ടിയിട്ട് മോട്ടോ G35. 120 ഹെർട്സ് വരുന്ന ഒരു IPS LCD സ്ക്രീൻ വിത്ത് HDR10 സപ്പോർട്ട്. കൂടാതെ യൂണിസോക്കിൻ്റെ ഒരു 6 നാനോമീറ്റർ ചിപ്സെറ്റ്. റിയർ ക്യാമറ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും ലഭിക്കുന്നു. 4K 30 FPS നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. കൂടാതെ 5000 mAh ബാറ്ററിയും 18 വാട്ട്സിൻ്റെ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. അടുത്തായിട്ട് ഐക്യൂൻ്റെ ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് IQ Z10 Lite. ഇതിൽ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു IPS LCD സ്ക്രീനാണ് വരുന്നത്. കൂടാതെ മീഡിയടെക് ഡയമൻസിറ്റിയുടെ 6300 6 നാനോമീറ്റർ വരുന്ന പ്രൊസസ്സർ. ടെക്നോ പോപ്പ് 9ൽ വരുന്ന സെയിം പ്രൊസസ്സർ. പിന്നീട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും. ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. മറ്റ് 2 ഫോണുകളെ അപേക്ഷിച്ച് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ കുറച്ച് ബാറ്ററി കപ്പാസിറ്റി കൂടുതലാണ്. ഇതിൽ ഏകദേശം 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പത്തെ 2 ഫോണുകളിലും 18 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇതിനകത്ത് 15 വാട്ട്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ 18 വാട്ട്സും 15 വാട്ട്സും കമ്പയർ ചെയ്യുമ്പോൾ ചാർജിങ്ങിൻ്റെ സ്പീഡിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അടുത്തായിട്ട് പോക്കോ M7 5G. ഈ ഫോണിലും നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് മാക്സിമം 600 nits ആണ്. അതായത് നിങ്ങൾക്ക് ഡേലൈറ്റ് വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. വളരെ വെളിച്ചമുള്ള സമയത്തൊക്കെ പുറത്ത് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ വരുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 4 Gen 2. 50 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസാണ് ബാക്കിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5160 mAh 18 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അടുത്തായിട്ട് സാംസങ്ങിൻ്റെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സാംസങ് F06 5G. ഈ ഫോണിൽ ഒരു 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യാത്ത PLS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് 800 nits. പിന്നീട് പ്രൊസസ്സർ വരുന്നത് മീഡിയടെക് ഡയമൻസിറ്റി 6300. പിന്നീട് ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ലെൻസാണ് വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ. കൂടുതൽ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. സെൽഫി ക്യാമറ 8 മെഗാ പിക്സൽ. ബാറ്ററി കപ്പാസിറ്റി 5000 mAh ഉണ്ട്. കൂടാതെ 25 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും.